പ്രൈസ് ദ ലോഡ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പല തീരുമാനങ്ങളെടുത്ത് പുതിയ ലക്ഷ്യങ്ങളോടെ മുന്നേറുന്ന ഓരോ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ലേ, ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയാണെന്ന്. കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞും ചേഞ്ച് ഈ വർഷം പലതിലും വന്നിട്ടില്ലേ. പക്ഷേ നമുക്കാർക്കും ഒരിക്കലും ദുഃഖിക്കാൻ അവകാശമില്ല, ഭാരപ്പെടാൻ അവകാശമില്ല, പരിഭ്രമിക്കേണ്ട കാര്യവുമില്ല. കാരണം ദ സെയിം ഓൾമൈറ്റി ഗോഡ്, നാം സേവിക്കുന്ന ദൈവത്തിന് ഒരു വ്യത്യാസവുമില്ല. നമുക്ക് കഴിഞ്ഞ വർഷം ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷം തന്നെങ്കിൽ ഈ വർഷവും അവന് നല്ല വർഷം, നല്ല ദിവസങ്ങൾ, നല്ല മാസങ്ങൾ തരാനായിട്ട് കഴിയും. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയർ 3-13 ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 13 and 14. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രൈസ് ഗോഡ്. ഈ ലാറ്റിൻ അമേരിക്കൻ മദേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ എവിടെയൊക്കെ ഒരു ട്രിപ്പ് പോവോ അവിടെയുള്ള എല്ലാ റിലേറ്റീവ്സിനും കൊണ്ടുപോകാൻ തക്കവണ്ണം ഇങ്ങനെ സോവനീഴ്സ് മേടിക്കും, ഗിഫ്റ്റുകൾ കൊടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനെല്ലാം കൊടുക്കാനായിട്ടാണ്. എന്നാൽ അതിനകത്തെ ഒരു ഫണ്ണീസ് പാർട്ട് എന്നാന്ന് വെച്ചാൽ അവരുടെ ബാഗുകൾ മുഴുവനും ഇതിനു വേണ്ടി ഉപയോഗിക്കും. ഇതുപോലുള്ള സ്റ്റഫ്. എത്രമാത്രം സ്പേസ് അത് കൊണ്ടുപോകുന്നൊന്നും അവർക്ക് വിഷയമല്ല. ഉള്ള ബാഗിനകത്തല്ല, ഇതെല്ലാം കുത്തി നിറച്ചുകൊണ്ട് അവരിങ്ങനെ പോകും. ഹല്ലേലൂയ. നീ അങ്ങനെയുള്ളൊരു പാസഞ്ചറാണോ? പ്രൈസ് ഗോഡ്. അല്ലല്ലേ, ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമുക്കറിയാം. ചില സമയങ്ങളിൽ അത് വളരെ അൺകംഫർട്ടബിളാണ്. കാരണം അനേകർക്കുള്ളതാണ്. പക്ഷേ ഒത്തിരി സാധനങ്ങളുണ്ട്. അത് നമ്മുടെ സൂട്ട് കേസിനകത്തോട്ട് വലിച്ച് വാരി കയറ്റിയിട്ട് നമുക്ക് പോലും വേണ്ട സ്പേസ് അതെല്ലാം അങ്ങ് ഒക്യുപ്പൈ ചെയ്യും. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതമാകുന്ന സൂട്ട് കേസിനകത്തും ഇതേ സംഗതിയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ ആ ബാഗേജ് വലിച്ചുകൊണ്ട് പോവുക. കഴിഞ്ഞ നാളുകൾക്ക് ഒക്കെ മുമ്പും പിമ്പുമൊക്കെ അനുഭവിച്ച സകല വേദനാജനകമായിട്ടുള്ള എക്സ്പീരിയൻസസും അല്ലാത്ത എക്സ്പീരിയൻസസും എല്ലാം കൂടെ വലിച്ചു വാരി നമ്മുടെ ജീവിതമാകുന്ന ബാഗേജ് കൊണ്ട് വലിച്ചുകൊണ്ട് നമ്മൾ പോവുക. ഒത്തിരി ഓബ്ജക്ട്സ് നമ്മൾ ഈ സൂട്ട് കേസിനകത്ത് തള്ളിക്കയറ്റി, ജീവിതമാകുന്ന സൂട്ട് കേസിനകത്ത് തള്ളിക്കയറ്റി. ഭാരമല്ലേ കുഞ്ഞെ? തന്നെയുമല്ല, നമുക്ക് വാസ്തവമായി ക്യാരി ചെയ്യാനുള്ള ചില സംഗതികൾ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റാതെ ആ ബാഗിനകത്തെ സ്പേസ് എല്ലാം വെറുതെ ഇങ്ങനെ അൺവാണ്ടഡായിട്ടുള്ള സംഗതികൾ കയറ്റി പോയില്ലേ. ഹല്ലേലൂയ. ചിലതൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് സ്ഥലം കിട്ടത്തുള്ളൂ. ചില പാസ്റ്റ് സിറ്റുവേഷൻസ്, ചില സംഗതികളെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ, വേദനിപ്പിക്കുന്ന ചില വാക്കുകൾ ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇന്നും ഇപ്പോഴും ഇരിപ്പില്ലേ. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാരണം അത് നമ്മുടെ അല്ല. അത് കഴിഞ്ഞ കാലത്തിൻ്റേതാണ്, ഇപ്പോഴത്തെ നമ്മുടെ കാലത്തിൻ്റേതല്ല. ഹല്ലേലൂയ. അതിനൊന്ന് ലീവ് ചെയ്യാനായിട്ട് പറ്റുമോ? ദൈവം നമുക്ക് ഈ വർഷം തരാൻ ഉദ്ദേശിക്കുന്ന സകല നല്ല കാര്യങ്ങളും അതിനകത്തേക്ക്, ജീവിതമാകുന്ന ബാഗിനകത്തേക്ക് ഒന്ന് കയറ്റുവാൻ തക്കവണ്ണം ഈ പഴയ വേണ്ടാത്തതെല്ലാം ഒന്ന് വലിച്ചു വാരി കളയാമോ? പുതിയ എക്സ്പീരിയൻസസ്, പുതിയ പാഠങ്ങൾ, പുതിയ ആൾക്കാർ, പുതിയ അച്ചീവ്മെൻറ്റ്സ്, എന്തെല്ലാം ദൈവം നമുക്ക് തന്നു, ഇനി തരുമെന്നറിയാമോ? അതൊക്കെ വെക്കാൻ നമുക്ക് സ്ഥലം വേണ്ടേ? അനുഗ്രഹിക്കപ്പെട്ടൊരു വർഷം, അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് ചൊരിയുന്നൊരു വർഷം ദൈവം നമുക്ക് തരും. എന്നാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കിട്ടണം എന്നുള്ള ഒരു ഹോപ്പ്, അത് മനസ്സിൽ വെക്കാൻ നിനക്ക് കഴിയുമോ? പുറകോട്ട് നോക്കി ദുഃഖജനമായ കാര്യങ്ങൾ പണ്ടുണ്ടായത് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഓർത്തോണേ, ദൈവം എല്ലാ കാര്യവും നന്മയ്ക്കാക്കി കൂടി വ്യാപരിക്കുന്ന ദൈവമാണ്. നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്. വ്യത്യസ്തമായി ഒന്ന് ജീവിപ്പാൻ,
വിശ്വാസത്തിലൊന്ന് ജീവിപ്പാൻ, ഭയം കൂടാതെ ജീവിപ്പാൻ, ചിലതിനെയെല്ലാം വിട്ട് കളഞ്ഞേച്ച് മുന്നോട്ട് പോകാൻ തക്കോണം തീരുമാനമെടുക്കാൻ പറ്റുമോ? ലെറ്റ്സ് ക്യാരി എ സൂട്ട് കേസ് ഫുൾ ഓഫ് ഹോപ്പ്, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ് ആൻഡ് ഡ്രീംസ്. പറ്റുമോ? ബേർഡനായിട്ടിരിക്കുന്നതിനെയൊക്കെ പുറയിലിട്ടുകള, വിലയുള്ളതിനെ നീ കയ്യിൽ ശേഖരിക്കുക. പറ, ഞാൻ എൻ്റെ സൂട്ട് കേസ് ഓൾറെഡി പാക്ക് ചെയ്തിരിക്കുക ഈ ട്രിപ്പിന്. നീ എന്തിനാ കുഞ്ഞെ പിന്നെ ഏതിനു വേണ്ടിയാണ് നീ വെയിറ്റ് ചെയ്യുന്നത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പ്രാക്ടിക്കലായിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ. നീ കുറേ നാളുകളായി കൊണ്ട് നടക്കുന്ന, നിന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും 3 സംഗതികൾ, അതിനെ ഒന്ന് ഓർത്തേ. ആ വിഷയങ്ങൾ ഒന്ന് ദൈവത്തിനൊന്ന് കൊടുത്തേ. എന്നിട്ട് ആ ബേർഡൻ ഇനി എൻ്റെ ജീവിതത്തിലൊരു ഭാരമായിട്ട് നിൽക്കുവാനിടയാകരുത് എന്ന് ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പറ്റുമോ പ്രാർത്ഥിക്കാൻ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ എൻകറേജ്ഡായിട്ട് തീരണം. ഹല്ലേലൂയ. പലരും പുതിയ വർഷം തുടങ്ങുന്നത് പുതിയ വിധത്തിലായിരിക്കും. ഞാൻ ചിലപ്പോൾ ചില ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവരൊക്കെ പറയുക അവർക്ക് ഒരു വികാരവും തോന്നുന്നില്ലെന്ന്, പുതിയ വർഷം വന്നാലും പുതിയ ദിവസം വന്നാലും. കാരണം ജീവിതത്തിലെ ചില തിക്ത അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ മടുപ്പ് തന്നിരിക്കുക. ഹല്ലേലൂയ. അനേക ഗോൾസ് സെറ്റ് ചെയ്ത്, ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത്, ദൈവവുമായി ചില ഉടമ്പടികൾ എടുത്ത് ഹല്ലേലൂയ മുന്നോട്ട് പോയി ഈ വർഷവും ഓടിത്തീർപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നത് ഒന്നും നമുക്ക് ദോഷം വരുത്തത്തില്ല. അവൻ എല്ലാ ഇച്ഛകളും, നമ്മുടെ ആഗ്രഹങ്ങളെ അവൻ ഫുൾഫില്ല് ചെയ്യും. നമ്മുടെ ചീത്ത ഹാബിറ്റ്സിനെ അവൻ എടുത്ത് മാറ്റും. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, എല്ലാവർക്കും ഉണ്ടൊരു ഗോള്, പക്ഷേങ്കിൽ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം കാണും. എന്നാൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ആ ഗോള്, നമ്മുടെ ആ ലക്ഷ്യം ഒരു അർത്ഥമുള്ളതായിരിക്കണം. നമ്മുടെ ഗോൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം ചിലതൊക്കെ ബിൽഡ് ചെയ്യാൻ, ചിലതിന്മേൽ ചിലത് ബിൽഡ് ചെയ്യുവാൻ, ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുവാൻ, ചില ചുമതലകൾ ഏറ്റെടുപ്പാൻ എല്ലാം എടുക്കുന്നതായിരിക്കണം. അല്ലേ? പ്രൈസ് ഗോഡ്. നിനക്ക് എത്തിപ്പിടിക്കാവുന്നതായിരിക്കണം. അത് ഒരു ചലഞ്ചായിട്ട് ദൈവത്തിലെ നീ എടുത്തു കഴിയുമ്പോഴുണ്ടല്ലോ, ദൈവം നിൻ്റെ മുന്നമേ പോകും. നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ദൈവമുണ്ട്, തന്നിട്ടുണ്ട്. ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ദൈവം തന്നിട്ടുണ്ട്. ചില അഡ്വാൻറ്റേജസ് എല്ലാം നേടിയെടുക്കുവാൻ, ചില നേട്ടങ്ങൾ കൊയ്തെടുപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഒരിക്കലും എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഈ അടുത്തിടെ, എനിക്കൊരു ലക്ഷ്യവുമില്ല, ഓരോ മാസം ഓരോ ദിവസം ചിലവഴിച്ചങ്ങ് പോവുക. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഒന്നും തന്നിൽ കൂടി ഒഴുകുവാൻ താൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു ചിന്തയെ തന്നെ ഭരിക്കുവാൻ താൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഇല്ല ദൈവപൈതലേ. നമ്മുടെ ഈ ഒരു വർഷം ഒരു മീനിങ് ഫുൾ ഇയറാണ്. നീ അത് നിൻ്റെ നാവ് കൊണ്ട് നീ പറ. പോസിബിലിറ്റീസ് ഒന്നും ഇല്ല, പോസിബിലിറ്റീസ് സ്ലിമ്മാണ്. അതായത് നമ്മുടെ ആ ഗോള് സെറ്റ് ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ തക്കവണ്ണമുള്ള ഒരു ലക്ഷ്യവും ലക്ഷണവും ഒന്നും കാണുന്നില്ല. സംഭവ്യമല്ലാത്ത കാര്യമാണിതെന്ന് നിനക്ക് തോന്നുന്നുമുണ്ട്, നിനക്ക് ഉറപ്പുമുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. വി ഹാവ് ടു മേക്ക് ദം ഹാപ്പൻ. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു അർത്ഥവും നിൻ്റെ ജീവിതത്തിൽ ഇല്ലാതെയോ കാണാതെയോ അല്ല ദൈവം നിന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നിന്നെ ഈ ലോകത്തിൽ ജനിപ്പിച്ച ദൈവമുണ്ടല്ലോ, നീ വളരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു, നീ ഇമ്പ്രൂവ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു, നീ ആഗ്രഹിക്കുന്ന ചിലതൊക്കെ നീ അച്ചീവ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി അവൻ എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ദൈവത്തിന് നല്ലവണ്ണം അറിയാം. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ലക്ഷ്യങ്ങൾ അത് ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. പക്ഷേ ഗോഡ് റിമെയിൻസ് ദ സെയിം, ഓൾവേസ് റെഡി ടു സ്ട്രെങ്തൻ us ആൻഡ് ഹെൽപ്പ് us അച്ചീവ് എവറിത്തിങ് അണ്ടർ ഹിസ് വിൽ. അവൻ്റെ ഹിതപ്രകാരം, അവൻ്റെ ഇഷ്ടപ്രകാരം ചിലത് നിനക്ക് വേണ്ടി ചെയ്തു തരാൻ ദൈവം ഒരുക്കമാണ്. ചിലപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമായിരിക്കാം,
നീ അതൊക്കെ ഒന്ന് എഴുതി വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവമുമ്പാകെ സമർപ്പിക്കുക. കർത്താവ് നിന്നെ അവിടെ കൊണ്ടെത്തിക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോള് കർത്താവെ അത് അച്ചീവ് ചെയ്യുവാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണം. അത് നേടിയെടുപ്പാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.